കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI-M നടത്തുന്ന കാൽനട ജാഥ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ നയിക്കുന്ന ജാഥ തെക്കും ഭാഗത്ത് നിന്നാണ് ആരംഭിച്ചത്. കടന്നുവരികയാണ്. ഫെബ്രുവരി 22-ാം തീയതി വരെയുള്ള 4 ദിവസങ്ങളിലായി ആലക്കോട്, ഇടവെട്ടി, കുമാരമംഗലം പഞ്ചായത്തുകളിലും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഈസ്റ്റ് ഏരിയയിലും പര്യടനം പൂർത്തിയാക്കി ഫെബ്രുവരി 22-ാം തീയതി സമാപിക്കുകയാണ്. 22-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പട്ടയം കവലയിൽ നടക്കുന്ന സമാപന സമ്മേളനം CPI-M ജില്ലാ സെക്രട്ടറി സഖാവ് CB വർഗീസ് ഉദ്ഘാടനം ചെയ്യും. മറ്റ് പ്രമുഖ നേതാക്കളും പങ്കെടുക്കുകയാണ്. കാൽനട പ്രചരണ ജാഥയുടെ സ്വീകരണ പര്യടന പരിപാടികളിൽ പങ്കെടുക്കുവാനും CPI-M നേതൃത്വത്തിൽ ഫെബ്രുവരി 25-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തുന്ന ഉപരോധ സമരത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുവാനും മുഴുവൻ ആളുകളോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് രാജ്യത്ത് ഒരു പഞ്ചായത്തിനകത്ത് 2 വാർഡ് പൂർണ്ണമായി നശിച്ചുപോയ ഒരു ദുരന്തം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ ദുരന്തമുണ്ടായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ച് അത് മേടിച്ചെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാ. ആ ബഡ്ജറ്റിൽ കേരളത്തെ സംബന്ധിച്ചോ കേരളം നേരിട്ട ദുരന്തത്തെ സംബന്ധിച്ചോ ഒന്നും പ്രതിപാദിച്ചില്ലെന്ന് മാത്രമല്ല, ആ വയനാടിനെ സംബന്ധിച്ചു പോലുമില്ല. വലിയ പ്രതിഷേധമേർന്നു വന്നപ്പം കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിനെല്ലാം ശേഷം ഒരു പൈസ പ്രഖ്യാപിച്ചു, 590 കോടി രൂപയെങ്ങാണ്ട്. എന്താ, 50 വർഷത്തേക്ക് ലോണായി തരാം. ആ ലോണായി തരാന്ന് മാത്രമല്ല, മാർച്ച് 31-നകം ഈ 590 കോടി രൂപയും ചെലവഴിച്ചതിന്റെ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പൈസ കയറത്തുള്ളൂ. അപ്പൊ കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്തുകൊണ്ടാണ്? ഈ അവഗണന എന്ത് നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാ. ഒന്ന്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. രാജ്യത്ത് BJP ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJP, ആ BJPയുടെ ആശയം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അവർ 3-4-5 ശത്രുക്കളെ വെച്ചിട്ടുണ്ട്. ആ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി അവർ RSSന്റെ കഴിഞ്ഞ സമ്മേളനത്തിലും തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഇല്ലായ്മ ചെയ്തതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിൽ BJPക്ക് വേരോട്ടുറപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങാൻ ഇടയാക്കിയ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുകാരനാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഫണ്ടിന്റെ സോഴ്സ് ഇല്ലാണ്ടാക്കി, അല്ലേ? അവരുടെ പ്രധാനപ്പെട്ട ഫണ്ടിന്റെ സോഴ്സിന് ഒരു പേരുണ്ടായിരുന്നു. എന്താണ് പേര്? ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതിയിൽ കേസ് കളിച്ച് ഇല്ലാണ്ടാക്കിയത് CPM.